ഗയ്സ്, നിങ്ങൾ ഈ മുകളിൽ കൊടുത്ത ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അതെന്താണെന്ന് സംഭവം എന്ന് അറിയോ? അതായത് സർവീസ് സെന്ററിൽ ഒരാൾ ഫോൺ നന്നാക്കാൻ കൊടുക്കുന്നത്, ആ നന്നാക്കാൻ കൊടുത്ത ഫോണിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡാറ്റകൾ അയാൾ ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളൊന്ന് നോക്കി, ഇത്രത്തോളം അപകടമാണെന്ന്. നമ്മുടെ പേഴ്സണൽ ഡാറ്റയാണ് മറ്റൊരാൾ നോക്കുന്നത്. അത് നമ്മുടെ പല കാര്യങ്ങളുണ്ടാവും, ഫോട്ടോസ് ഉണ്ടാവും, ഈവൻ ചാറ്റുകൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറ്റൊരാൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം അപകടമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ മുതൽ ചിന്തിച്ച് തുടങ്ങണം. കാരണം ഫോൺ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, ഇപ്പൊ നന്നാക്കാനായിക്കോട്ടെ, കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നിന്നാണ് അവർ അത് നന്നാക്കുന്നത്. സോ അവരതിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. സോ അവർക്ക് അത് ചെക്ക് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഫോണിൽ തന്നെ ഇപ്പൊ പുതിയൊരു സെറ്റിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2020-21 ശേഷമാണ് ഒരു സെറ്റിങ്സ് ഇപ്പൊ എല്ലാവരുടെ ഫോണിലേക്കും വന്നു തുടങ്ങിയത്. അപ്പോൾ അത് നിങ്ങൾ ഓൺ ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയതാണെങ്കിൽ അവർക്ക് ലോക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ചില സാഹചര്യങ്ങളിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ, ഇപ്പോൾ സ്പീക്കറിന്റെ ഇഷ്യൂ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ലോക്കിന്റെ ആവശ്യമൊക്കെ വരുന്നതായിരിക്കും. കാരണം ലോക്ക്, അതായത് സ്പീക്കറൊക്കെ ആണെങ്കിൽ പാട്ട് വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഫോണിന്റെ ലോക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഡിസ്പ്ലേ ഒക്കെ നന്നാക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നേരെ ഫോൺ കൊടുക്കുന്ന ഡിസ്പ്ലേ മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റി തരും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ലോക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ടെക്നോന്റെ ഒരു ഫോൺ ഉണ്ട്. സോ ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കട്ടെ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് പേജ് കാണുന്നവരെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ അർജന്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളെ പലരും ഡാറ്റ ലീക്കാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇവരെ പോലുള്ളവരാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കട്ടെ. അപ്പോൾ നേരെ നമ്മുടെ സെറ്റിങ്സിൽ വരിക. നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സിൽ വരിക. എവിടെ സെറ്റിങ്സ് എടുത്ത് സെറ്റിങ്സിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഫോണുകൾ, വിവോ അങ്ങനത്തെ ഫോണുകളിലാണെങ്കിൽ റിപ്പയർ മോഡ് എന്നായിരിക്കും ഉണ്ടാകുക. ഒന്ന് റിപ്പയർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, റിപ്പയർ അടിച്ചു കഴിഞ്ഞാൽ റിപ്പയർ മോഡ് കിട്ടും. ജസ്റ്റ് അതെടുക്കുക. അതെടുത്തിട്ട് ഇത് റിപ്പയർ മോഡ് ഓൺ ആക്കണേ കുറച്ച് സ്പേസ് വേണം. നമ്മുടെ ഫോണിൽ അത്യാവശ്യം സ്പേസ് വേണം. ഒന്ന് സ്പേസ് ആക്കി കൊടുത്തിട്ട് ഈ ഒരു മോഡ് ഓൺ ആക്കുക. കാരണം അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് ബാക്കപ്പ് എടുത്ത് വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂട്ടി ഒന്ന് പറയുന്നതാണ് ബാക്കപ്പ് എടുക്കാന്ന്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എടുക്കുക. ഒരു 99.9% പ്രശ്നം വരൂല. ഈ 1% എന്തെങ്കിലും വന്ന് ഡാറ്റ പോയി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് കൊടുക്കാൻ പറയുന്നത്. അതൊന്ന് ബാക്കപ്പ് എടുത്ത് വെക്കുക. പിന്നെ സിമ്മ്, മെമ്മറി കാർഡ് അതൊക്കെ റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളിത് ജസ്റ്റ് ഇവിടെ അഗ്രി കൊടുക്കുക. ഇവിടെ അഗ്രി കൊടുത്തതിന് ശേഷം ജസ്റ്റ് എനാബിൾ റിപ്പയർ മോഡ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതാ എനാബിൾ റിപ്പയർ മോഡ് എനാബിൾ ഓട്ടോമാറ്റിക്കലി റിസ്റ്റാർട്ട് യുവർ ഫോൺ. ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിസ്റ്റാർട്ട് ആവും ഫോൺ. അങ്ങനെ റിസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ പുതിയതായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു സാധനം ഉണ്ടാവില്ല, ഫോട്ടോ ഉണ്ടാവില്ല, ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതേപോലെയാണ് റിപ്പയർ മോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്തൊക്കെയാണോ നോക്കേണ്ടത് അത് നോക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ ഫോൺ സാംസങ് ആണെങ്കിൽ അതിൽ നിങ്ങൾ ഇതുപോലെ മെയിൻ്റെനൻസ് മോഡ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഓപ്ഷൻ കിട്ടും. അത് നിങ്ങൾ ഓൺ ആയി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് മെയിൻ്റെനൻസ് മോഡ് പോയിട്ട് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓഫ് ആകുന്നതായിരിക്കും. ഇത് ഓണാക്കാനും ഓഫ് ചെയ്യാനും നിങ്ങളുടെ ഫിംഗർ അല്ലെങ്കിൽ ലോക്കോ വേണ്ട വരും. ഇനിയിപ്പോൾ അയാൾക്ക് ഇത് ഓഫ് ആയിക്കൂടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നിക്ക് നിങ്ങളുടെ ഫിംഗർ വേണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലോക്ക് വേണം. ഇത് രണ്ടും അറിയാത്തടത്തോളം കാലം മൂപ്പർക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. സേഫ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഫോണൊക്കെ നന്നാക്കാൻ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ മെയിൻ്റെനൻസ് മോഡൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓൺ ചെയ്തിട്ട് മാത്രം കൊടുക്കുക. സർവീസ് സെന്ററിൽ ഇരിക്കുന്നവൻ ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് യാതൊരു പിടിയും ഉണ്ടാവില്ല. അപ്പോൾ സേഫ് ആയിട്ട് ഇരിക്കുക. സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.